തലശ്ശേരി താലൂക്ക് ഓഫീസ് ജീവനക്കാരൻ അഷറഫ് നിസാർ എഴുതിയ ശാസ്ത്ര സാഹിത്യ നോവൽ റലാഷെ വായനക്കാരിലേക്ക്. താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി റലാഷയുടെ പ്രകാശനം നിർവഹിച്ചു. ശാസ്ത്രലോകത്തോട് കൂടുതൽ അടുപ്പം പുലർത്തുന്നതിനും ലളിതമായ ആഖ്യാന ശൈലിയാൽ വായനക്കാർക്ക് എളുപ്പത്തിൽ ഹൃദ്യസ്ഥമാക്കാൻ സാധിക്കുന്നതുമായ പുതിയ കൃതി വായനക്കാർക്ക് സമ്മാനിച്ചിരിക്കുകയാണ് തലശ്ശേരി താലൂക്ക് ഓഫീസ് ജീവനക്കാരനും തിക്കോടി സ്വദേശിയുമായ അഷ്റഫ് നിസാർ. റലാഷെ എന്ന ശാസ്ത്ര നോവലിൽ ശാസ്ത്രലോകത്തെ കൗതുകങ്ങൾ എളുപ്പത്തിൽ വായനക്കാർക്ക് സമ്മാനിക്കുന്നുമുണ്ട്. പുസ്തകത്തിന്റെ പ്രകാശനം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം CP ഹരീന്ദ്രന് നൽകി നിർവഹിച്ചു. മറ്റെല്ലാവരും പറഞ്ഞ പോലെ അഷ്റഫ് ഇതിനു മുമ്പേ ബാലസാഹിത്യത്തിന്റെ ചിന്തകൾ സൃഷ്ടിച്ചത് കൂടുതലായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ദ ഫസ്റ്റ് ടൈം. പക്ഷെ എങ്ങനെയായിട്ട് ഒരു സയൻസ് ഫിക്ഷൻ എഴുതാൻ, അതാണ് ഒരു പുതിയ റൈറ്ററിന്റെ എങ്ങനെയാണ് അഭിപ്രായങ്ങൾ, അത് നമുക്ക് മനസ്സിലാക്കപ്പെടും. ഇതിന്റെ ആരെങ്കിലും എങ്ങനെയായിട്ടുള്ള ഒരു നോർമൽ സാഹിത്യം എഴുതാൻ എങ്ങനെ ചെയ്യുന്നില്ല. കുട്ടികൾക്ക് വേണ്ടി ഇമാജിനേഷൻ ആണ് ആവശ്യം. ആ ഇമാജിനേഷനാണ് ഇതുപോലൊരു സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ പഠിച്ചിട്ടാണ്. എനിക്ക് ഇപ്പോഴും അറിയാം, ഞാൻ കുട്ടിയായ സമയത്ത് സ്കൂളിൽ കൂടുതലായിട്ട് എങ്ങനെ കോമിക് ബുക്സ്, സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. അതിനുശേഷം എനിക്ക് എങ്ങനെയായിട്ട് പുതിയതായിട്ടുള്ള ഐഡിയാസ് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെ പുതിയതായിട്ട് ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ കുട്ടിയുടെ ഇമാജിനേഷൻ അത് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ വളരെ ആവശ്യമാണ്. തഹസിൽദാർ M. വിജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭൂരേഖ വിഭാഗം തഹസിൽദാർ V. പ്രശാന്ത് കുമാർ, ഹെഡ്ക്വാർട്ടേഴ്സ് തഹസിൽദാർ V. ബിനീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നേരത്തെ അഷ്റഫ് നിസാർ കുട്ടികൾക്കു വേണ്ടി എഴുതിയ മിറാക്കിൾ വെർണോക എന്ന നോവലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.